കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിധിയിലുള്ള ചരിത്ര സ്മാരകമായ ചീനക്കൊട്ടാരം സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കും. റെയിൽവേ സ്റ്റേഷൻ വികസനത്തിലൂടെ കൊല്ലത്തിന്റെ മുഖച്ഛായ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രാതീത കാലം മുതലുള്ള ചീനക്കൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിച്ചതറിഞ്ഞാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് സന്ദർശനം നടത്തിയത്. റെയിൽവേ ഉദ്യോഗസ്ഥരുമായി നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി നവീകരിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്തു. ചീനക്കൊട്ടാരം സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും 5-ാം തീയതി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചർ അത് ശക്തമായി നിലനിർത്തുക, അതിൻ്റെ ഉപയോഗം ജനങ്ങൾക്കുണ്ടാവുക എന്ന് പറയുന്ന തത്വത്തിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യും. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും നേരിട്ട് ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ സ്വദേശ് ദർശനിലോ അല്ലെങ്കിൽ പ്രസാദ് സ്കീമിലോ എടുത്തിട്ട് അത് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം ഫണ്ടിങ് കൊണ്ടുവന്ന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കണം. ആദ്യം റെയിൽവേ മിനിസ്റ്ററുടെ ഒരു ഇംഗിതമറിയണം, അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങണം. അതിന് മുന്നോടിയായിട്ടുള്ള ഞാനിപ്പോൾ 5-ാം തീയതി കാണും, മിനിസ്റ്ററെ കാണും 5-ാം തീയതി. അതിന് ഞാൻ പോവുക. നിതിൻ ഗഡ്കരിയെയും അശ്വിനി വൈഷ്ണവിനെയും കാണുന്നതിന് വേണ്ടി 5-ാം തീയതി പോവുകയാണ്. ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യും. പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാർന്ന രീതിയിലാകും നവീകരണം. റെയിൽവേ വികസനത്തിലൂടെ കൊല്ലത്തിന്റെ മുഖച്ഛായ മാറുമെന്നും വരും തലമുറയ്ക്ക് വേണ്ടി പുനർനിർമ്മിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി കൺവീനിയൻസിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടി റെയിൽവേയുടെ പ്രോപ്പർട്ടിയായി നിർത്തിക്കൊണ്ട് തന്നെ ടൂറിസത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക്കിന് ഒരു വലിയ ഉപയോഗപ്രദമാവുന്ന ഒരു പ്രോപ്പർട്ടിയായിട്ട് റെയിൽവേയുടെ സമ്മാനമായിട്ട് എങ്ങനെ വരാൻ സാധിക്കും എന്നുള്ളത് മിനിസ്റ്ററുമായിട്ട് ഇനി ഇരുന്ന് സംസാരിക്കും. ഇതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് ഇത് റെസ്റ്റോറേഷൻ വർക്ക് എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത്. NK പ്രേമചന്ദ്രൻ MPയും കേന്ദ്രമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് പാലസിനെ സംബന്ധിച്ച് ദീർഘകാലമായിട്ടുള്ള കൊല്ലത്തിൻ്റെ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥലം സന്ദർശിച്ച് ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പ്രചോദിതമായ നിലയിൽ വന്നതിനെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഉദ്യോഗസ്ഥരുമൊത്ത് റെയിൽവേ സ്റ്റേഷനിലും മൾട്ടി ലെവൽ പാർക്കിങ്ങിലുമെത്തി കേന്ദ്രമന്ത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വരും ദിവസങ്ങളിൽ ഇതു സംബന്ധിച്ച ചർച്ചകളുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ജനം, കൊല്ലം.